KPCC സമിതിയുടെ വിലക്ക് മറികടന്ന് മാടായിയിൽ വീണ്ടും പ്രതിഷേധം. MK രാഘവൻ MPക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർ വീണ്ടും പോസ്റ്റർ പതിച്ചു. മാടായി കോളേജിലെ നിയമനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. ജബി മേത്തർ MPയുടെ നേതൃത്വത്തിലുള്ള ജാഥ കടന്നുവരുന്നതിന് മുൻപായിരുന്നു പോസ്റ്റർ പ്രതിഷേധം. നിയമനത്തിൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. നിയമനം നടക്കുന്ന ദിവസം നമ്മൾ പോയിട്ട് സർക്കാർ ഉദ്യോഗസ്ഥർ നമ്മൾ പരാതി കൊടുത്തിരുന്നു. നിയമനം കൊള്ള തന്നെയാണ്, അതിലൊരു തർക്കമില്ല. നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ വിവരാവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നിയമജ്ഞരുമായിട്ട് വക്കീലുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അതിനുശേഷം നമ്മൾ അതിൻ്റെ വിവരാവശ്യം കിട്ടിയതിന് ശേഷം നമ്മൾ നിയമ നടപടി തന്നെ ആയിട്ട് മുന്നോട്ട് പോകും. അതിലൊരു തർക്കമില്ല. അർജുൻ കല്യാൺ നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് ഈവനിങ് അർജുൻ കല്യാൺ. മാടായിയിൽ വിലക്കൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങുകയാണോ പ്രതിഷേധക്കാർ വീണ്ടും? തീർച്ചയായിട്ടും സുജിയ പാർവതി അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഈ മാടായിലുള്ള ഈ വിഷയത്തിൽ നിയമനവുമായി ബന്ധപ്പെട്ട് മാടായി കോളേജിലെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള ഈ വിഷയങ്ങളിൽ KPCC സമിതി ഇടപെട്ടുകൊണ്ട് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു പ്രശ്നപരിഹാരം ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ കൂടി പിന്നീട് കുറച്ചു കാലമായി ഈ പ്രതിഷേധമെല്ലാം അടങ്ങിയിരുന്നു. പക്ഷേ ഈ പരിഹാര സമിതി നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ തീരുമാനമാകാതെ വന്നതോടുകൂടിയാണ് ഈ പ്രവർത്തകർ വീണ്ടും തെരുവിലേക്ക് ഈ പരസ്യ പ്രതിഷേധവുമായി എത്തുന്നത്. ഇന്നിപ്പോൾ കുഞ്ഞുമംഗലം എടാട്ട് മഹാത്മാ മന്ദിരത്തിന് സമീപത്താണ് വ്യാപകമായ രീതിയിലുള്ള പോസ്റ്റർ പതിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അതിനുശേഷം റിപ്പോർട്ടറിനോട് തന്നെ ഒരു വിഭാഗം പ്രവർത്തകർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇനി അടുത്ത ഘട്ടമെന്ന രീതിയിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നില്ല എങ്കിൽ കോഴിക്കോട് MP MK രാഘവൻ്റെ ഓഫീസിലേക്ക് ഉൾപ്പെടെ മാർച്ച് നടത്തുന്നത് ആലോചനയിലാണ്. കാരണം ഈ പ്രശ്നം അങ്ങനെ പരിഹരിക്കാൻ വേണ്ടി സന്നദ്ധമല്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു വിഭാഗത്തിനെ മാത്രം പഴിചാരിക്കൊണ്ടോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് മാത്രം അനുകൂലമായിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സന്നദ്ധമല്ല. പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ പോസ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിന്മേൽ നടപടി ഉണ്ടാകുമോ എന്നതറിയാൻ നമുക്കും കാത്തിരിക്കാം. താങ്ക് യു അർജുൻ കല്യാൺ. നമ്മുടെ